വോട്ടിന്റെ കണക്കുകൾ നോക്കുമ്പോൾ നേരിയ തോതിൽ മുൻ തെരഞ്ഞെടുപ്പുകളെക്കാൾ വോട്ട് ഇപ്പോൾ കിട്ടിയത് കുറവാണ് LDF-ന്. അത് അടിസ്ഥാന വർഗത്തിന്റെ ഒരു വോട്ട് അല്ലെങ്കിൽ വിശ്വാസ്യത CPM-ന് നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ, പ്രത്യേകിച്ച് പട്ടിക വിഭാഗത്തിൽ നിന്നൊക്കെ? അതിൽ UDF-ന്റെ നല്ല പ്രചരണം അതിൽ വരുന്നുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആ വിഭാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒന്നാം പിണറായി ഗവൺമെൻറ് രൂപപ്പെടുത്തിയ കുറേ ജനകീയ പദ്ധതികളുണ്ട്. ആ പല പദ്ധതികളും സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കത്തിൻ്റെ ഭാഗമായി നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല. ആദിവാസി പട്ടികജാതി വിഭാഗങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും, അവരുടെ സാംസ്കാരിക പരിപാടികൾ, ഉൽപ്പന്നങ്ങൾ വിറ്റ് കിട്ടുന്നതിൽ നിന്ന് അവരാർജിച്ചെടുത്ത സാമ്പത്തികമായിട്ടുള്ള സഹായം, ഇതൊക്കെ ഈ നയത്തിൻ്റെ ഭാഗമായി ഇല്ലാതായി. ഒരു ജൈവാവസ്ഥ ഉണ്ടായിരുന്നു ഈ വിഭാഗങ്ങളും ഗവൺമെൻറ്റും തമ്മിലുള്ളത്. ആ ജൈവാവസ്ഥ സാംസ്കാരിക കലാരംഗങ്ങളെയും അനുബന്ധ പരിപാടികളെയും വെച്ചാണ് ഞങ്ങൾ ആകർഷിച്ചിരുന്നത്. ഇതുപോലെ തന്നെ കമ്മ്യൂണിറ്റി കിച്ചൺ, അതും കാശിൻ്റെ ഭാഗമായി അതും നിർത്തലാക്കാൻ നിർബന്ധിക്കപ്പെട്ടു. അപ്പം ഇങ്ങനെയുള്ള ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൺവിൻസ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു ഭാഗമാണ്. ഇത് നമ്മൾ ഈ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് പല കാര്യങ്ങളും പറയുമ്പോൾ ഈ അടിസ്ഥാന വിഭാഗത്തിൻ്റെ പ്രശ്നങ്ങൾ അങ്ങനെ അങ്ങ് ഹൃദയത്തിൽ തറിക്കുന്ന രൂപത്തിൽ പോസ് ചെയ്യുന്നില്ല. VS-ന്റെ ഗവൺമെൻറ്റും ഒന്നാം പിണറായി ഗവൺമെൻറ്റും നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന്, അത് അനുഭവിക്കുന്ന ജനങ്ങളാണല്ലോ, അന്ന് ഓർമ്മപ്പെടുത്തുന്നതിൽ ചില സ്ഥലങ്ങളിൽ ഞങ്ങളുടെ സംഘടന എന്ന് പറയുന്നത് വളരെ വളരെ വീക്കാണ് പല സ്ഥലത്തും. എന്നാൽ എതിരാളിൻ്റെ പ്രചരണവും നിങ്ങളുടെ പ്രചരണത്തിൻ്റെയും പിന്നാലെ പോവുകയും ചെയ്യും. ഇതൊരു ദുരന്തം തന്നെയാണ്.